നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ധനം, സൗഭാഗ്യം, വിദ്യാഭ്യാസം, അറിവ്, ജോലി, സന്താനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ ഇവയുടെയൊക്കെ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ശുഭഗ്രഹം കൂടിയാണ് വ്യാഴം. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണുള്ളത്. ഒക്ടോബർ 9 ഇടവൻ രാശിയിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങും. ഫെബ്രുവരി 4, 2025 വരെ 119 ദിവസം വക്രഗതിയിലായിരിക്കും വ്യാഴം സഞ്ചരിക്കുക. അതിനുശേഷം നേർരേഖയിലുള്ള സഞ്ചാരം തുടങ്ങും വ്യാഴത്തിൻ്റെ. അപ്പോൾ ഈ വക്രഗതിയിലുള്ള വ്യാഴം 12 രാശിക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങളും ഗുണങ്ങളുമാണ് ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ് പറയുന്നത്. പരിഹാരം അവസാനം പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുമ്പോൾ ശുഭഫലം വർദ്ധിക്കും. ശുഭഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും കൂടുതലും ശുഭഫലമാണ് കിട്ടുക. ഒപ്പം വ്യാഴം ശുക്രൻ്റെ രാശിയിലായ കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും സാമ്പത്തിക ലാഭം, അതുപോലെ ഭൗതിക സുഖം, ഐശ്വര്യം വർദ്ധിക്കും. ഒപ്പം ജാതകത്തിൽ ആരുടെയൊക്കെ വ്യാഴം വക്രഗതിയിലാണ്, അതുപോലെ ശുഭസ്ഥാനത്താണെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും നല്ല അറിവും ധനാഭിവൃദ്ധിയും ഉണ്ടാകും ഈ സമയത്ത്. മേടൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതിയിലെ സഞ്ചാരം ധനഭാവത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ഭാഗ്യവർദ്ധനവുണ്ടാകും. ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ നല്ല അവസരങ്ങൾ കിട്ടും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും വരും. കേസ് വഴക്കുകളൊക്കെ മാറിക്കിട്ടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ സാധിക്കും. ഇടവൻ രാശിക്കാരുടെ സ്വന്തം രാശിയിലുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി ഐശ്വര്യവും സാമ്പത്തിക ലാഭവും വർദ്ധിക്കും. നല്ല തീരുമാനം എടുക്കാൻ പറ്റും. ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങും. കൃഷിയിൽ നിന്ന്, ഭൂമിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. മിഥുനൻ രാശിക്കാർക്ക് ശുഭഫലം വർദ്ധിക്കും. ബിസിനസ് പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ വിദേശ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. മറ്റുള്ളവർ കാരണം ഗുണം വർദ്ധിക്കും. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. ഭൗതിക സുഖം വർദ്ധിക്കും. അതുപോലെ ദൈവഭക്തിയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വർദ്ധിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് ആഗ്രഹങ്ങൾ നടക്കും. അതുപോലെ ജോലിയിൽ പ്രമോഷൻ, മേലധികാരികളുടെ ഒക്കെ പ്രശംസ കിട്ടും. ശമ്പള വർധനവുണ്ടാകും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. അതുപോലെ സഹോദരങ്ങൾക്കൊക്കെ നല്ലതാകും. കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകും. പിന്നെ കൃഷിയിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും. വിവാഹഭാഗ്യം, അതുപോലെ നല്ല വിവാഹാലോചനകളൊക്കെ വന്നു ചേരും. സന്താന ഭാഗ്യം, പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ ഭാഗ്യം, ധനലാഭം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാനായിട്ട് സാധിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റും. വീട്, വസ്തു, വാഹന ഭാഗ്യം, ധനാഭിവൃദ്ധി ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും. പുതിയത് എന്തെങ്കിലും തുടങ്ങാൻ, അതുപോലെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. സന്തോഷം വർദ്ധിക്കും. ദൈവവിശ്വാസം വർദ്ധിക്കും. കന്നിരാശിക്കാർക്ക് ധൈര്യം വർദ്ധിക്കും. നല്ല അറിവ് വർദ്ധിക്കും. വിവാഹഭാഗ്യം, സന്താനഭാഗ്യം, ചെയ്യുന്ന തൊഴിലിലൊക്കെ വിജയിക്കാൻ സാധിക്കും. ദൈവഭക്തി ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക ലാഭം വർദ്ധിക്കും. യാത്രകൾ, ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. കലാരംഗത്ത് നല്ല പുതിയ അവസരങ്ങൾ കിട്ടും. ബിസിനസ്സിൽ, കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടും. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകും. ധനലാഭം വർദ്ധിക്കും. തുലാം രാശിക്കാരുടെ അഷ്ടമഭാവത്തിലാണ് വക്രഗതിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾക്ക് മുടങ്ങിയ നിങ്ങളുടെ കാര്യങ്ങൾ, മുടങ്ങിയ നിങ്ങളുടെ ധനമൊക്കെ പെട്ടെന്ന് വന്നു ചേരാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വസ്തു വാങ്ങാൻ, വീട് വയ്ക്കാനൊക്കെ അനുകൂലമാണ്. അതുപോലെ ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ, ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ്. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ ദൈവവിശ്വാസം വർദ്ധിക്കും. ശുഭകാര്യങ്ങൾ നടക്കും. കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വൃശ്ചികൻ രാശിക്കാർക്ക് നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടും. വ്യാപാരികൾക്ക്, ബിസിനസ്സുകാർക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഭൗതിക സുഖം വർദ്ധിക്കും. അതുപോലെ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് മൂടി പിടിപ്പിക്കാൻ, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വരും. വരുമാനവും ലാഭവും വർദ്ധിക്കും. ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ മാനസിക ടെൻഷൻ ചെറുതായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കും. മുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങളുടെ ധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. പിന്നെ പൂജാകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും.
ധനുരാശിക്കാർക്ക് കഠിന പ്രയത്നത്തോടെ തൊഴിൽ വിജയം നേടാൻ സാധിക്കും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. കാര്യവിജയം, ബിസിനസ് വിജയം, അതുപോലെ ജോലിയിൽ മേലധികാരികളുടെ മറ്റുള്ളവരുടെയൊക്കെ നിങ്ങൾക്ക് സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. കലാകായിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാകും. പ്രശസ്തി വർദ്ധിക്കും. അതുപോലെ നല്ല തൊഴിലവസരങ്ങൾ, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ, അതുപോലെ സന്തോഷം വർദ്ധിക്കും, ലാഭം വർദ്ധിക്കും. ആത്മീയ യാത്രകളിലൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കും. മകരം രാശിക്കാർക്ക് പുതിയതെന്തെങ്കിലും തുടങ്ങാൻ, അതുപോലെ പുതിയത് പഠിക്കാനൊക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ പറ്റും. ജോലിക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവുണ്ടാകും. സന്താനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും. അതുപോലെ പ്രണയിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. പുനർവിവാഹം നടക്കാനൊക്കെ നല്ലതാണ്. നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഗുണഫലം കിട്ടും. അതുപോലെ പുണ്യ തീർത്ഥയാത്രകൾ, ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കുംഭൻ രാശിക്കാർക്ക് മാതാവിൽ നിന്ന് നേട്ടങ്ങൾ, അതുപോലെ വാഹനം, വസ്തു, വീട് ഇവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകും. തൊഴിൽ പുരോഗതി, സാമ്പത്തിക ലാഭം വർദ്ധിക്കും. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വരും. പിന്നെ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കും. കൃഷിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഒക്കെ ലാഭം കിട്ടും. വ്യാപാരത്തിലെ, ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയതെന്തെങ്കിലും തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. വീട്ടിൽ സമാധാനം നിലനിൽക്കും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. മീനൻ രാശിക്കാർക്ക് യാത്രകൾ വർദ്ധിക്കും. അതുപോലെ മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും. തർക്കങ്ങളിൽ, കേസുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കും. പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറിത്തുടങ്ങും. അതുപോലെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. പൂജാകാര്യങ്ങളിലും മറ്റുള്ളതിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. ശുഭകാര്യങ്ങൾ നടക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചിലവുണ്ടാകും. ഇനി നിങ്ങളെല്ലാവർക്കും വേണ്ടിയുള്ള പരിഹാരമാണ് പറയുന്നത്. നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നെറ്റിയിൽ ചന്ദനം തൊടുന്നത് കൊണ്ട്, അതുപോലെ ഓം നമോ നാരായണ എന്ന മന്ത്രം 11 തവണ ദിവസവും ചൊല്ലുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗുണഫലം വർദ്ധിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്